വെൽക്കം ടു ഹാപ്പി വിത്ത് ന്യൂമാൻ. ന്യൂമാൻ ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്നേഹ ജിതേന്ദ്രൻ. ഡാൻസ് ചെയ്തും പാട്ടുപാടിയും പ്രേക്ഷക മനസ്സിലിടം നേടിയ സ്നേഹ ടൊവിനോ തോമസ് നായകനായിട്ട് അഭിനയിച്ച അദൃശ്യജാലകം എന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ചോദിച്ചറിയാമല്ല വിശേഷങ്ങൾ. നമുക്ക് സ്നേഹയുടെ വിശേഷങ്ങൾ ചോദിച്ച് ഹാപ്പിയായി മുന്നോട്ട് പോകാം. സ്നേഹ, നല്ല പേരാണല്ലോ. സ്നേഹയുടെ നാട് എവിടെയാണ്? തലശ്ശേരി. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഓ, വെരി ഗുഡ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നേരം മീനില്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ അമ്മയായാലും വീട്ടിലെല്ലാവർക്കും. അപ്പോൾ നമ്മൾ ചെമ്മീൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ചെമ്മീൻ എന്ന സിനിമയിലെ രണ്ടുപേരി പാട്ട് പാടിയിട്ട് നമ്മുടെ ഈ ഷോ ആരംഭിക്കാം. ഓക്കെ? മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്ന് മത്തിയോ ചെമ്മീനോ, മീനിന്ന് മത്തിയോ ചെമ്മീനോ, അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാള് വന്നല്ലോ, അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാള് വന്നല്ലോ, ഒരു നല്ല കോരുത കടലമ്മേ, ഒരു നല്ല കോരുത കടലമ്മേ. പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി, പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തി പെണ്ണ് തപസ്സിരുന്നു, അവനെ കടലമ്മ കൊണ്ടുവന്നു, അവനെ കടലമ്മ കൊണ്ടുവന്നു, അരയൻ തോണിയിൽ പോയാലേ അവന് കാവല് നീയായി, ഹൊയ് ഹൊയ് പെണ്ണാളേ പെണ്ണാളേ, കരിമീൻ കണ്ണാളേ കണ്ണാളേ, പെണ്ണാളേ പെണ്ണാളേ, കരിമീൻ കണ്ണാളേ കണ്ണാളേ. സ്നേഹക്ക് ആക്ടിങ്ങിനോട് എപ്പോഴാണ് താല്പര്യം തോന്നി തുടങ്ങിയത്? ആക്ടിങ്ങിന് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് അമ്മ എന്നെ കൊണ്ടൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആരോ പറഞ്ഞ്, ഫാമിലിയിൽ ആരോ പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പം അങ്ങനെ അഭിനയിക്കാൻ പോയി. അപ്പൊ അവിടുന്ന് മുതലാണ് ഈ ഒരു ഇത് വളർന്നു വന്നത്. അതൊരു മോഹൻലാൽ സാറിന്റെ മൂവിയായിരുന്നു. എന്താ സിനിമയുടെ പേര്? ഇവിടം സ്വർഗമാണ്. പക്ഷെ എനിക്ക് അതിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. വെരി ഗുഡ്. പ്രേക്ഷകരുടെ ഭാഗ്യം. ആ സമയത്ത് എനിക്ക് കാലിന് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അത് എനിക്ക് പറ്റിയില്ല. അതേപോലെ മോഹൻലാൽ സാറും വന്നില്ല. അദ്ദേഹത്തിനും ഭാഗ്യം ഉണ്ടായില്ല സ്നേഹയോട് അഭിനയിക്കാൻ, അല്ലേ? അറിയില്ല എന്തായിരുന്നു പറയാൻ പറ്റില്ല. സ്നേഹയുടെ കൂടുതൽ വീഡിയോകൾ ഞാൻ നോക്കാറുണ്ട്. അതിലെല്ലാം കൂടുതൽ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങളാണ്. എന്താ വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള പരിപാടികൾ? അത് കുറച്ച് മുമ്പുള്ള വീഡിയോസും ഫോട്ടോസും കാണാത്തോണ്ട് തോന്നുക. ഞാൻ എല്ലാ ടൈപ്പ് ഷൂട്ട്സും ചെയ്യാറുണ്ട്, വീഡിയോസും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് ഗ്ലാമർ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് അറിയില്ല. അത് എനിക്ക് എല്ലാ കോസ്റ്റ്യൂംസും കംഫർട്ട് ആവണം. അതായത് ഇപ്പൊ ഞാൻ ആദ്യം ഇതുപോലെ എനിക്ക് ആ ഡ്രസ്സ് പറ്റില്ല, ഈ ഡ്രസ്സ് പറ്റില്ല, അങ്ങനെയുള്ളൊരു ടൈപ്പ് ആളായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസും ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും പറ്റിയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലാതെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ്, പക്ഷെ അത് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ഡിസൈനിങ് പഠിച്ചതാണോ? ഓക്കെ. അപ്പോൾ ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഫാഷൻ ഷോയിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് പങ്കെടുത്തില്ല? ഇത്രയും ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഇത്രയും സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഷോയിൽ പങ്കെടുത്തൂടെ? ഒന്നാമത് എനിക്ക് എന്തോ ഒരു കംഫർട്ടിന്റെ കുറവുണ്ടായിരുന്നു. അതായത് ഇപ്പം എനിക്കറിയാം ഇപ്പം മണ്ണുള്ള ആൾക്കാര് മെലിഞ്ഞ ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ
എനിക്കെന്തോ എല്ലാ കോസ്റ്റ്യൂം ഇടണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ ബോഡി ആപ്റ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പം അതൊന്നും ഓക്കെ ആയിട്ട് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അറിയില്ല, എന്റെ മൈൻഡ് പോലെ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഫാഷൻ ഷോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ആരും നോക്കുന്നില്ല തടിയുണ്ടോ മെലിഞ്ഞിട്ടാണോ വെളുപ്പുണ്ടോ കറുപ്പുണ്ടോ നോക്കുന്നില്ല. ജസ്റ്റ് പല ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ ഷോ ചെയ്യുന്നത്. അവർക്ക് എല്ലാവരും മെലിഞ്ഞിട്ടായിരിക്കില്ലല്ലോ അവരുടെ കസ്റ്റമേഴ്സൊക്കെ. അപ്പോൾ തടിയുള്ളവരെയും വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ. ഇവിടം സ്വർഗമാണ് എന്ന ചിത്രത്തിന് ശേഷം വേറെ ഏതെങ്കിലും പടത്തിന് ട്രൈ ചെയ്തിരുന്നു? വേറെ പിന്നെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ പിന്നെ പഠനത്തിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊണ്ടുവന്നു അങ്ങനെ. പക്ഷെ എവിടേക്കോ ഈ ഞാനിങ്ങനെ വളരുന്നതിനനുസരിച്ച് ഈ ഒരു സിനിമാ മോഹം എൻ്റെ ഉള്ളിൽ എവിടേക്കോ വളരുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടെ വന്നിങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഈ ഒരു ലേറ്റസ്റ്റ് മൂവി ടോവിനോ തോമസ് ചേട്ടനോട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൽ നല്ല വേഷമായിരുന്നു. അതിലൊരു നേഴ്സായിട്ടാണ്. അങ്ങനെ കുറേ ഒന്നുമില്ല, പക്ഷെ ഒരു ചെറിയ സീനാണ്, പക്ഷെ അത്യാവശ്യം. പിന്നീട് വേറെ ഏതെങ്കിലും സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ഒരു അദൃശ്യജാലകങ്ങൾ മൂവി ചെയ്യുന്നതിന് മുമ്പ് 1-2 മൂവീസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ എന്നെ കാണുമായിരുന്നു മൂവീസിൽ, സീനിലൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ 1-2 മൂവീസ് ഉണ്ടായിരുന്നു. കാന്തു, ജാനൂർ, പിന്നെ 18+, അങ്ങനെ. അപ്പം അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഈ ഓഡീഷനിൽ പോകാറുണ്ടോ അതോ? എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ കോണ്ടാക്ട് ചെയ്തതാണ് ഈ ഒരു മൂവിയുടെ. അവർ കുറച്ച് പേരുണ്ട്, അപ്പം അവരിൽ അറിയാവുന്ന ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയിട്ടാണ് 2 മൂവീസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനത് സ്റ്റോപ്പാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടായിട്ടില്ല. അതായത് ചെറുതായിട്ട് കാണുക എന്നല്ലാതെ ഒരു ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നോർമലി എനിക്ക് തോന്നി തുടങ്ങിയ കാരണം വെച്ചാൽ ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ ചെയ്യാം മൂവി എന്നുള്ളൊരു മൈൻഡായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ എന്നെ കുറച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ കുറച്ചൊന്ന് പോസ്റ്റ് ആക്കി ആ ഒരു മൂവിക്ക് വേണ്ടി കൊണ്ടുപോയിട്ട്. അപ്പം അങ്ങനെയല്ല, അവിടെ കൊണ്ടുപോയി ഡയലോഗ് ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഡയലോഗ് കിട്ടാറില്ല. അപ്പൊ എന്താണ് അവിടെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ 2-3 തവണ ഇങ്ങനെ സംഭവിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഡയലോഗുള്ള സീൻ ഉണ്ടെങ്കിൽ മതി, ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോ അത് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു വേഴ്സ്റ്റ് ഡിസിഷൻ ആണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം നമ്മളുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകള് മമ്മൂട്ടി സർ, അതുപോലെ നസ്രീൻ ഇപ്പം ഉള്ള, അപ്പൊ അവരൊക്കെ ഇതുപോലെ തന്നെ ബാക്കിൽ നിന്ന് വന്ന ആൾക്കാർ, മുമ്പിലേക്ക് വന്ന ആൾക്കാർ. അപ്പൊ ഞാനത് ചെയ്തത് തെറ്റായി പോയി എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്.